എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ്. നമ്മളിന്ന് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നാച്ചുറൽ അല്ലെങ്കിൽ ബേസിക് ക്യാൻഡിലിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ അടുത്ത രണ്ട് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് സിംഗിൾ പാറ്റേണിനെ പറ്റിയാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുമ്പം സംശയം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറയുന്നത്. ആദ്യം ഞാനിവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഒരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡിൻ്റെ രണ്ട് ഗ്രാഫ് അപ്പുറത്തും ഇപ്പുറത്തോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റോക്ക് അതിൻ്റെ ലോയിൽ നിന്നും ഹൈയിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു ചെറിയൊരു പുൾ ബാക്ക് സംഭവിക്കുന്നു. അതിനുശേഷം പിന്നെയും തിരിച്ചു പോകുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലോയിൽ നിന്ന് ഹൈയിലോട്ട് എത്തുകയും പിന്നെ തിരിച്ച് വന്നിട്ട് താഴോട്ട് വന്നിട്ട് പിന്നെ തിരിച്ച് കയറുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ആദ്യത്തെ ലോയേക്കാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്ക് കയറാനാണ് സാധ്യത. ഇങ്ങനെ വരുന്നതിന് ഇപ്പോൾ പറയുന്നത് ലോ ഹയർ ലോ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഹൈ എന്ന് പറയുന്നത് ആദ്യത്തെ ഹൈയേക്കാൾ മുകളിലാണ് ക്ലോസ് എങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡാണ്. അപ്പോൾ അതിനെ ഹയർ ഹൈ എന്ന് പറയും. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് താഴോട്ട് വരികയും അതിനെ കുറച്ചൊന്നും അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലിൽ മറ്റു എത്തിയതിന് ശേഷം സപ്പോർട്ട് ലെവൽ എത്തിയതിന് ശേഷം അത് തിരിച്ച് കയറുകയും പിന്നെയും സ്റ്റോക്ക് റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാതെ പഴയ ഹൈ ക്രോസ് ചെയ്യാതെ താഴോട്ട് പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഹൈയേക്കാളും സെക്കൻഡ് ഹൈ ലോയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ലോവർ ഹൈ എന്ന് പറയും. അതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ആദ്യത്തെ ലോയേക്കാളും താഴ്ന്നായിരിക്കും. അപ്പം ലോവർ ഹൈ എന്ന് പറയും. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയിക്കുക. ലോ ഹയർ ലോ, ഹയർ ഹൈ, ലോവർ ഹൈ ആൻഡ് ലോവർ ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഞാനത് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞു ഹൈയിലെത്തിയതിന് ശേഷം ഈ സ്റ്റോക്ക് തിരിച്ച് താഴോട്ടൊന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് നമ്മൾ റീട്രേസ് എന്ന് പറയും. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഞാൻ അതിൻ്റെ ഒരു ഗ്രാഫ് കൂടെ കാണിക്കാം. റെസിസ്റ്റൻസ് ലെവലിൽ സ്റ്റോക്ക് സപ്പോർട്ട് ലെവൽ ക്രോസ് ചെയ്തതിന് ശേഷം അത് ഒരു റീട്രേസ് സംഭവിക്കുക. വീണ്ടും ആ ലെവലിൽ മേജർ സപ്പോർട്ട് ലെവലിൽ ഇപ്പോൾ അത് ക്രോസ് ചെയ്തുകൊണ്ട് അത് സപ്പോർട്ട് ലെവലായിട്ട് മാറി. അപ്പോൾ അത് അവിടെ എത്തിയതിനു ശേഷം പിന്നെ സ്റ്റോക്ക് തിരിച്ച് മുകളിലോട്ട് പോകുന്ന നമുക്ക് കാഴ്ച. അപ്പം ഇതിനാണ് നമ്മൾ റീട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫ് നോക്കുക. ഓരോ പ്രാവശ്യം ഹയർ അങ്ങനെ ഓരോ പ്രാവശ്യം സ്റ്റോക്കിൻ്റെ ഇത് മുകളിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴായാലും പഴയ ലോയേക്കാളും മേളിലാണ് ഓരോ പ്രാവശ്യത്തെ ലോ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മുടെ ട്രേസ്. അപ്പോൾ പറഞ്ഞ പോയിന്റുകൾ ഈ ഗ്രാഫിൽ കൂടെ നിങ്ങളുടെ കുറച്ചുകൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിൽ വെക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നീങ്ങാം. അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യും ഈ ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് എനിക്ക് പറയാനുള്ളത് ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പും. എന്താണ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഈ സ്റ്റോക്കിൻ്റെ ഈ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെർബാസു ക്യാൻഡിൽ സ്റ്റിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ഡേയിലെ ക്യാൻഡിലും പറയുന്നത് ഒരു മെർബാസുമാണ്, ബട്ട് കമ്പാരിറ്റീവ്ലി സ്മോളർ. അപ്പോൾ ആ ഇടയ്ക്കൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്ട്രോങ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ട് അതായത് പ്രീവിയസ് ഡേയേക്കാളും കഴിഞ്ഞ ദിവസത്തെ ക്ലോസിനേക്കാളും ഹയറിലായിരിക്കും നെക്സ്റ്റ് ഡേയിൽ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കത്തെ ഗ്യാപ്പിനെയാണ് നമ്മൾ ഗ്യാപ്പ് അപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ
താഴോട്ട് വരുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ് ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഒരു ക്ലോസിങ്ങിനേക്കാളും താഴ്ന്നാണ് ഇപ്രാവശ്യത്തെ അതിന് അടുത്ത ദിവസത്തെ ക്ലോസിങ്. അതിനുശേഷം സ്റ്റോക്ക് താഴോട്ടും മേലോട്ടും പോകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് താഴെയാണ്. അപ്പം ഇതിനെ ഇങ്ങനെ വരുന്ന ഗ്യാപ്പിന് ഇത് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയും. അപ്പം ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പും എന്താണെന്ന് മനസ്സിലായിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്യാൻഡിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്സ്, ഡസൻ കണക്കിന് ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡസൻ അല്ലെങ്കിൽ 10-15 ക്യാൻഡിൽസ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അപ്പം എങ്ങനെ ഇത് കാണാതെ പഠിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ പറ്റും എന്ന് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഓരോ ക്യാൻഡിൽ പഠിക്കുന്നതിന് മുമ്പും ഒരു A4 സൈസിൽ ആ ക്യാൻഡിൽ ഇതേപോലെ ഒരു ഗ്രാഫ് വരയ്ക്കുക. അതിൻ്റെ പേരും കൂടെ ഗ്രാഫ് വരയ്ക്കുക. വരച്ചതിന് ശേഷം ചെറുതായിട്ട് വരച്ചാൽ മതി, ഫുൾ പേജ് അല്ല, ഒരു ചെറുതായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ ഒരു A4 ഷീറ്റിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ ഒരു 15 പേപ്പറിൽ അത് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ചാർട്ട് റീഡ് ചെയ്യുന്ന സമയത്തുമ്പോൾ റെഫർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമായിട്ട് നമുക്കിത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരു 1-2-3 മാസം കൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽസും അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയാണിത് ട്രേഡ് ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ ഓർമ്മയിൽ തന്നെ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് റെഫർ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ് കുറേ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ അതിൻ്റെ ഡിസ്കഷനിലേക്ക് നീങ്ങുകയാണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ 3ാമത്തെ പാർട്ടാണ്. നമ്മൾ ഇപ്രാവശ്യം 3ലും 4ലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ പാറ്റേണിനെ പറ്റിയാണ്. അതിന് ബുള്ളിഷും ഉണ്ട്, ബെയറിഷ് പാറ്റേൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ നമ്മളിന്ന് പഠിക്കുന്നത് ഹാമർ എന്ന് പറയുന്ന ഒരു ഹാൻഡിലാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക്. ഓക്കെ, ഈ ഹാമർ ഹാൻഡിൽ സ്റ്റിക്കിൽ ഇവിടെ 4 തരത്തിലുണ്ട്. കളറിൻ്റെ വ്യത്യാസത്തിലും കാണാം, അതിൻ്റെ വിക്കിൻ്റെ അല്ലെങ്കിൽ ഷാഡോയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്ലാസിക് ഹാമർ എന്ന് പറയുന്നത്. അപ്പം അതിന് ടോപ്പിൽ ഷാഡോ അല്ലെങ്കിൽ വിക്ക് ഉണ്ടാവില്ല, താഴോട്ട് മാത്രമേ ഷാഡോ ഉണ്ടാകത്തുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ രണ്ടിലും ഒരു ചെറിയ ഒരു ഷാഡോ മേലോട്ടുണ്ടാകും. അതുപോലെ തന്നെ താഴോട്ടുള്ള ഷാഡോ വളരെ ലോങ് ആയിട്ടുള്ളത് ഉണ്ട്. അപ്പോൾ സാധാരണ ഈ ഹാമർ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇത് സംഭവിക്കുന്നത്. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഒരു ഹാമർ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ട്രെൻഡ് മാറി എന്ന് നമുക്ക് ഏകദേശം അനുമാനിക്കാം. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളും നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോയിട്ട് ഓരോന്നോരോന്ന് നോക്കാം. അപ്പോൾ ഇതൊന്നും ഞാൻ ആദ്യമേ പറയുന്നു, ജസ്റ്റ് ഇതേപോലെ വരച്ച് പേപ്പറിൽ വെച്ചതിൻ്റെ കൂടെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് പിന്നെ നമ്മൾ മറിച്ച് നോക്കണ്ട. ഞാൻ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കോപ്പി കയ്യിൽ വെക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മറിച്ച് നോക്കാൻ പറ്റും. അപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു പേപ്പറിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആദ്യം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസ് പഠിക്കുന്നതനുസരിച്ച് എഴുതി എടുക്കുക. ഓക്കെ, നമ്മൾ ഹാമർ ക്യാൻഡിലിൻ്റെ ഡീറ്റെയിലോട്ട് പോകണം. ഇപ്പം ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി വളരെ ഷോർട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ പറയുമ്പോൾ എനിക്ക് ക്യാൻഡിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളിത് ഓർത്ത് വെക്കുക എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ബോഡി ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ അപ്പർ ഷാഡോ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ക്ലാസിക് ആണെന്നുണ്ടെങ്കിൽ നോ അപ്പർ ഷാഡോ കാണില്ല. അതുപോലെ തന്നെ ലോവർ ഷാഡോ എന്ന് പറയുന്നത് ബോഡിയുടെ 2 to 3 times വലിപ്പം കാണും. അപ്പം ഈ ഹാമർ ക്യാൻഡിൽ കാണുന്നത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണ് സാധാരണ ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ബുള്ളിഷ് ഇവിടെ സിഗ്നൽ ഉണ്ടാവുകയും അവിടെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സലാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പോസിബിലിറ്റിയാണ്, നമ്മളെപ്പോഴും പറയാറുണ്ട് 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു പോസിബിൾ ട്രെൻഡ് റിവേഴ്സൽ എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹാമർ ഒരു ഏതെങ്കിലും ട്രെൻഡിൻ്റെ ഡൗൺ ട്രെൻഡിലോ അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിൻ്റെയോ ഇടയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്.
അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണ് ഒരു ഹാമർ ഹാൻഡിൽ കാണുന്നത് എങ്കിൽ അതൊരു ബുള്ളിഷ് സിഗ്നലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ പാറ്റേണിൻ്റെ വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് കൂടും തോറും ആ സിഗ്നൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ ഹാമർ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളറിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഗ്രീൻ ആയിക്കോട്ടെ, റെഡ് ആയിക്കോട്ടെ, ബ്ലാക്ക് ആയിക്കോട്ടെ, വൈറ്റ് ആയിക്കോട്ടെ. പക്ഷേ ഇതൊരു ഡൗൺ ട്രെൻഡായി സംഭവിക്കുന്ന ഒരു ഹാൻഡിലായതുകൊണ്ട് ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള ക്യാൻഡിലാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ കളർ ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിൽ പോലും കുറച്ചുകൂടെ ഒരു സ്ട്രോങ് നമ്മുടെ ട്രെൻഡ് റിവേഴ്സലിന് കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജാണ് നമുക്ക് ആ രീതിയിലൊക്കെ അങ്ങനെ കണക്ക് കൂട്ടാം, ആ രീതിയിലുള്ള ക്യാൻഡിൽ വന്നു കഴിഞ്ഞെങ്കിൽ. അതുപോലെ തന്നെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ ക്ലോസിങ് സമയത്തോ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള അതും പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഓൾറെഡി പറഞ്ഞു എന്താണ് ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പ് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ റിസ്കി ട്രേഡേഴ്സ് ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക് പ്രത്യക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ സാധാരണ അത് ട്രേഡിന് എൻട്രി ചെയ്യുന്നത് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസിലാണ്. എന്നാൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ അവർ അടുത്ത ഹാൻഡിൽ വെയിറ്റ് ചെയ്തിട്ട് ആ ട്രെൻഡ് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നമുക്കറിയാം ഒരു ഡൗൺ ട്രെൻഡിലാണ് സംഭവിക്കുന്നത്. ഡൗൺ ട്രെൻഡ് സംഭവിച്ചതിന് ശേഷം ഒരു ഹാമർ ഹാൻഡിൽ സ്റ്റിക്ക് ഒരു ദിവസം രൂപപ്പെടുന്നു. നെക്സ്റ്റ് ഡേയിൽ റിവേഴ്സാണ് നമ്മുടെ ട്രെൻഡ് റിവേഴ്സായി. അപ്പോൾ ഒരു ഗ്രീൻ ഒരു ഗ്രീൻ ഹാൻഡിലാണ് നെക്സ്റ്റ് ഡേയിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്കിൽ ആളുകൾ അപ്പോൾ അത് ഒരു ട്രെൻഡ് കൺഫേം ആണെന്ന് കരുതുകയും അവർ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസ്കി ട്രേഡേഴ്സ് ഹാമറിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ എൻട്രി ചെയ്യുകയും എന്താ പറയുക ഹാൻഡിലിൻ്റെ ലോ ഷാഡോയുടെ തൊട്ട് താഴെയായിട്ട് കുറച്ച് അതിനേക്കാളും ആ ലെവലിനേക്കാളും ഒരു അല്പം താത്ത് സ്റ്റോപ്പിൽ ഇട്ടിട്ടുമായിരിക്കും ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അതേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ നെക്സ്റ്റ് ഡേയിൽ അടുത്ത ദിവസത്തെ ഹാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് അടിസ്ഥാനമായിട്ടായിരിക്കും അവർ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് ഡേയിൽ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാവുകയും അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഹാമറിനേക്കാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ അവർ ആ ഹാമറിൻ്റെ ലോ ഷാഡോയിൽ അതിന് തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുകയും ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുകയും ആണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചാർട്ടിൽ ഇടയ്ക്ക് ഒരു ഹാമർ ഹാൻഡിൽ സ്റ്റിക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആ ട്രെൻഡ് ക്ലാരിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഒരു സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എന്താ പറയുക സ്റ്റോക്കിൻ എൻട്രി ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് നല്ലത്. റിസ്ക് കൂടുതലായിരിക്കും. ഞാനൊരു ബോണസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ഒന്ന് പറഞ്ഞു പോകാം. എപ്പോഴും ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സ് മേജർ ട്രെൻഡിൽ മാത്രമേ എൻട്രി ചെയ്യുകയും എക്സിറ്റ് അല്ലെങ്കിൽ അവർ ട്രേഡ് ചെയ്യുകയുള്ളൂ. അപ്പ് ട്രെൻഡിലായാലും ഡൗൺ ട്രെൻഡിലായാലും മേജർ ട്രെൻഡിൽ മാത്രമേ അവർ എക്സിറ്റ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ അത്ര ഹൈലി പ്രൊഫഷണൽ ഉള്ള ആളുകളാണ് ഇടയ്ക്കത്തെ ഈ ഡേ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യുന്നത്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ റിസ്ക്കിയാണ്. ഓക്കെ. അപ്പം നമ്മൾ ഈ ഹാമർ ഹാൻഡിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡൗൺ ട്രെൻഡ് ആയാലും അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിലാകുമ്പോൾ നമ്മൾ
അത് എൻട്രി ചെയ്യുന്ന സമയത്ത് ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് ലെവലും അതിൻ്റെ റെസിസ്റ്റൻ്റ് ലെവൽ ചെക്ക് ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ലെവലിൽ വരുമ്പോഴാണ് ആ ഒരു സ്റ്റോക്ക് ഒരു റിവേഴ്സൽ സംഭവിക്കാനുള്ള സാധ്യത. അപ്പം സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ബയേഴ്സ് അവിടെ എൻട്രി ചെയ്യുകയും പിന്നെ സ്റ്റോക്ക് തിരിച്ച് ഒരു ഫർദർ മേലോട്ട് പോകാനാണ് സാധ്യത കാണിക്കുന്നത്. അതല്ല എങ്കിൽ ചിലപ്പോൾ അവിടെ പിന്നെയും സെല്ലേഴ്സിൻ്റെ ഒരു പ്രഷറാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് താഴോട്ട് പോകാനുള്ള സാധ്യതയും അവിടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം എപ്പോഴും മേടിക്കാം എന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് നിങ്ങൾ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇത്തരം ഹാൻഡിൽ എന്താ പറയുക പ്രത്യക്ഷപ്പെടുന്ന സമയത്തുള്ള വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ഹെവി വോളിയമാണ് നടക്കുന്നതെങ്കിൽ ആ ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്കതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. അതിന് മുമ്പ് ഒന്നുകൂടെ നമുക്കതിൻ്റെ മെയിനായിട്ടുള്ള ഹാമർ ഹാൻഡിൽ ഒന്ന് നോക്കിയിട്ട് പോകാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഹാൻഡിൽ. ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് സാധാരണ സംഭവിക്കുന്നത്. മേജർ ട്രെൻഡിലാണ് ആളുകൾ ഇത് മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ്, അതായത് നമുക്കറിയാം ഈ ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം നെക്സ്റ്റ് ഡേയിൽ ഒരു ഗ്യാപ്പ് ഡൗണോടെ അത് ഇത് തുറക്കുകയും അതിനുശേഷം അത് സെല്ലേഴ്സ് അത് താഴോട്ട് പുൾ ചെയ്യുകയും പ്രൈസ് പുൾ ചെയ്യുകയും ചെയ്യുന്നത്. ആ ഡൗൺ ട്രെൻഡിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ആ കൺട്രോൾ നഷ്ടപ്പെടുകയും ബയേഴ്സ് തിരിച്ച് സ്റ്റോക്കിൽ കയറുകയും ആ സ്റ്റോക്ക് ക്ലോസിങ്ങിനെ മുകളിലോട്ട് തിരിച്ചു പോവുകയും അങ്ങനെ അവിടെ ഒരു ഹാമർ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഒരു ട്രെൻഡ് റിവേഴ്സിൽ സംഭവിക്കാനുള്ള സാധ്യത അവിടെ രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. അവർ നെക്സ്റ്റ് ഡേയിൽ ഒരു ഗ്രീൻ എന്താ പറയുക ഒരു ക്യാൻഡിൽ പ്രത്യക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ട്രെൻഡ് കൺഫേം ആകാനും ആ സ്റ്റോക്ക് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് സാധാരണ ഉണ്ടാകാൻ പോകുന്നത്. ഈ സമയത്ത് വോളിയം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ട് ലെവൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് ഏറ്റവും ഷാഡോയുടെ താഴെയായിട്ടിടുക, അത് ആ ലെവലിനേക്കാൾ തൊട്ട് താഴെയായിട്ടിടുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത ദിവസത്തെ സ്റ്റോക്ക് ഒരുപക്ഷെ അതിൻ്റെ താഴ്ച എന്ന് പറയുന്നത് ഈ ലെവലിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ലെവലും കുറച്ച് താഴെ ഇടാനായിട്ട് പറയുന്നത്. നമ്മുടെ മനോധർമ്മം അനുസരിച്ച് കുറച്ച് താഴെ ഇടുക. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ബോണസിനകത്ത് പറയുന്നുണ്ട്, കുറച്ച് ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പോൾ റിസ്കി ആളുകൾ ഇതിൻ്റെ ക്ലോസിങ്ങിൽ ഇവിടെ എൻട്രി ചെയ്യും. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഈ രണ്ടാമത്തെ ദിവസത്തെ ആ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ്ങിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ എൻട്രി ചെയ്യുകയും എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹാൻഡിലിൽ നമുക്ക് റിയലായിട്ടുള്ള നമ്മുടെ ചാർട്ടിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് ഞാനിവിടെ ജെറ്റ് എയർവേയ്സിൻ്റെ ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ചാർട്ടിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഒരു ഹാമർ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ കളർ നോക്കിയറിയാം, ഇവിടെ ഒരു റെഡിഷാണ് കാണുന്നത്. അതിനുശേഷം സ്റ്റോക്ക് ഒരു മുകളിലോട്ട് പോകുന്നു. അതിനുശേഷം സ്റ്റോക്ക് പിന്നെ തിരിച്ച് ഒരു എന്താ പറയുക ഒരു താഴോട്ട് തന്നെ വരുന്ന ഇതാണ് കാണുന്നത്. എന്നാൽ അത് ആ സപ്പോർട്ട് ലെവലിൽ എത്തിയതിന് ശേഷം സ്റ്റോക്ക് പിന്നെയും തിരിച്ചു പോകുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ സ്റ്റോക്ക് നമുക്ക് ഡൗൺ ട്രെൻഡിൽ ഇവിടെ നിങ്ങൾക്കൊരു ഹാമർ കാണാം, ഇവിടെ രണ്ട് ഹാമർ കാണാം. ഈ രണ്ട് ഹാമറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞ പോലെ തന്നെ കളറിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എങ്കിൽ പോലും വൈറ്റ് അല്ലെങ്കിൽ ഗ്രീനിന് കുറച്ചുകൂടെ ആ സിഗ്നൽ കുറച്ചുകൂടെ സ്ട്രോങ് ആകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പം ഈ രണ്ടും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഈ ഒരു ഹാമർ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ അടുത്ത ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും. സ്റ്റോക്ക് എത്തി നിൽക്കുന്ന ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം ഇതും തമ്മിലുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് അടുത്തതിൽ പഠിക്കാം. രണ്ടും ഒരേ ഹാൻഡിലാണോ എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരെണ്ണം കൂടെ നോക്കാം. ഇത് REC ലിമിറ്റഡിൻ്റെയാണ്. ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു ഹാമർ പ്രത്യക്ഷപ്പെടുന്നതും ആ പ്രത്യക്ഷപ്പെടുന്നതിന് ശേഷം ആ സ്റ്റോക്ക് ഒരു വലിയൊരു റൈഡ് സംഭവിക്കുന്നത് നമുക്കിവിടെ ഈ ചാർട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചാർട്ട് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് ഒരു ഐഡിയ കിട്ടി കാണും എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ചാർട്ടിൽ ആ ഹാമർ
ഒരു സ്റ്റോക്കിൽ അതിൻ്റെ ടോപ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ ഹാമർ എന്നല്ല പറയുന്നതിന് ഹാങ്ങിങ് മാൻ എന്നാണ് പറയുന്നത്. ഈ ഹാങ്ങിങ് മാനും ഹാമറും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരേ ക്യാരക്ടറാണ് രണ്ടിൻ്റെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരേ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാമർ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ലാസ്റ്റിലാണ്, അവസാനമാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ഹാങ്ങിങ് മാൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡിൻ്റെ അവസാനമാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു അപ് ട്രെൻഡ് ഇവിടെ ലെഫ്റ്റ് സൈഡിലൂടെ കാണാൻ പറ്റും. ഒരു അപ് ട്രെൻഡ് സംഭവിച്ചതിന് ശേഷം ഒരു ഹാങ് മാൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസും മറ്റു കാര്യങ്ങളും കാണിച്ച് അതിനൊക്കെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഹാങ് മാൻ എന്ന് പറയുന്നത് ഹാമർ പോലെ തന്നെ എക്സാക്ട്ലി സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ ഷേപ്പിലൊന്നും. പക്ഷേ അത് പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് ലെവലിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം മറ്റേപോലെ തന്നെ ബോഡി വളരെ ഷോർട്ടായിരിക്കും. അതിൻ്റെ അപ്പർ ഷാഡോ എന്ന് പറയുന്നത് വളരെ നാരോ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പർ ഷാഡോ ചിലപ്പോൾ ഉണ്ടാവുകയില്ല. ക്ലാസിക് പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ എൻ്റെ ലോവർ ഷാഡോ എന്ന് പറയുന്നത് ബോഡിയേക്കാളും 2 to 3 ടൈംസ് വലുതായിരിക്കും. ഇത് സംഭവിക്കുന്നത് ഒരു അപ് ട്രെൻഡിലായിരിക്കും സാധാരണ. അപ്പോൾ അങ്ങനെ ഒരു അപ് ട്രെൻഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ബെയറിഷ് സിഗ്നലാവുകയും ഒരു ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഹാങ്ങിങ് മാൻ പാറ്റേണിൻ്റെ ക്യാൻഡിലിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഏത് കളറായാലും വലിയ അതിന് പ്രത്യേകതയൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡിൽ ഒരു ഹാങ്ങിങ് മാൻ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ ഷാഡോ അതിന് നീളം വളരെ കൂടുകയാണെന്ന് നോക്കുക. നീളം കൂടുന്തോറും അതിൻ്റെ റിവേഴ്സൽ എന്താ പറയുക സിഗ്നൽ വളരെ ബുള്ളിഷ് സിഗ്നലായിട്ട്, ഇതിവിടെ എഴുതിയിരിക്കുന്ന ബുള്ളിഷ് സിഗ്നലാണ്, നമ്മുടെ ബെയറിഷ് സിഗ്നലാണ്, അത് അപ് ട്രെൻഡിലാണ് സംഭവിക്കുന്നത്. സിഗ്നൽ ബെയറിഷ്, അതായത് സിഗ്നൽ ബുള്ളിഷ് ആയിരിക്കും, എന്നാൽ ബുള്ളിഷ് സിഗ്നലായിരിക്കും, എന്നാൽ ട്രെൻഡ് റിവേഴ്സലായിരിക്കും. ഓക്കെ, അപ്പം റിസ്കി ട്രേഡേഴ്സ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഞാൻ ആ ഫസ്റ്റ് ക്യാനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ക്ലോസിങ്ങിലായിരിക്കും. അതുപോലെ തന്നെ അതേഴ്സ് മറ്റുള്ള ആളുകൾ റിസ്ക് എടുക്കാൻ താല്പര്യത്തിൽ അടുത്ത ഹാൻഡിൽ നോക്കിയിട്ട് അതനുസരിച്ചിട്ടായിരിക്കും അവർ അതിൻ്റെ എൻട്രി ചെയ്യുന്നത്. അപ്പം നമ്മൾ എല്ലാം ഹാങ് പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഒരു ട്രെൻഡിൻ്റെ അവസാനം ഒരു ഹാങ് മാൻ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ക്ലോസിങ്ങിലാണ്, നെക്സ്റ്റ് ഡേയിലാണ് സാധാരണ ആളുകൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാങ് മാൻ പാറ്റേണിൻ്റെ അതിൻ്റെ ഷാഡോയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റിന് കുറച്ച് മുകളിലായിട്ടായിരിക്കും സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. ഓക്കെ, അപ്പം നമ്മളതിൻ്റെ ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് മെയിനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ കാണുന്നത് ഹാങ് മാൻ, ക്ലാസിക് ഹാങ് മാൻ 2 അതിന് തൊട്ടിപ്പുറത്ത് കാണുന്നത് ചെറിയ വിക്ക് അല്ലെങ്കിൽ ഷാഡോ ഉള്ള 2 കാണിച്ചിരിക്കുന്നു. ഇതൊരു അപ് ട്രെൻഡിൻ്റെ അവസാനമാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഒരു സ്റ്റോക്ക് ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അതിൻ്റെ അവസാനം എത്തുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് അപ്പിൽ ഇത് സ്റ്റോക്ക് ഇത് എന്താ പറയുക ഹാങ്ങിങ് മാൻ പ്രത്യക്ഷപ്പെടുകയും, എന്നാൽ അതിൻ്റെ സെലേഴ്സ് അതിനകത്ത് ആ ബയേഴ്സിൻ്റെ ഡോമിനൻസ് കുറയും. പതുക്കെ സെല്ല് ചെയ്യുന്ന ആളുകൾ അതിൽ പതുക്കെ എൻട്രി ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഡേയിൽ ആ സ്റ്റോക്ക് ഒരു ബെയറിഷ് സിഗ്നലാണ് പിന്നെ കാണുന്നുണ്ടെങ്കിൽ ആളുകൾ റിസ്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ അപ്പോൾ ആ സമയത്ത് അവിടെ എൻട്രി ചെയ്യുകയും അതിൻ്റെ ക്ലോസിങ്ങിൽ എൻട്രി ചെയ്യുകയും അവിടെയാണ് S2 ഞാൻ കാണിച്ചിരിക്കുന്നത്. അതല്ല റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള റിസ്ക് ട്രേഡേഴ്സ് ഹാങ്ങിങ് മാൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ എൻട്രി ചെയ്യുകയും ചെയ്യും. സ്റ്റോപ്പ് ലോസ് പറയുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും ഹാങ്ങിങ് മാൻ്റെ ഏറ്റവും ടോപ്പിന് മുകളിൽ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ
ഈ രണ്ടാമത്തെ സ്റ്റോക്ക് ഒരുപക്ഷെ അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ലെവലിൽ എത്താൻ സാധ്യതയുണ്ട്. ഈ രണ്ട് സ്റ്റോക്ക് ഇതിൻ്റെ തൊട്ടും ഈ മുകളിലായിട്ട് വേണം ഇടാനായിട്ട്. കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് തട്ടിപ്പാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ആ സ്റ്റോക്ക് ഒരു റിവേഴ്സ് ട്രെൻഡിലേക്ക് പോകാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ റിയൽ ചാർട്ടൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു സ്റ്റോക്കിൻ്റെ നമുക്കിവിടെ നോക്കി അറിയാം, ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനം ഒരു ഹാങ്മാൻ പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം ആ സ്റ്റോക്ക് ഒരു പതുക്കെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ആ സ്റ്റോക്ക് വീണ്ടും ഒരു അപ് ട്രെൻഡ് സംഭവിക്കുകയും പഴയ ഹൈ അതിൻ്റെ പഴയ എന്താ പറയുക റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യുകയും ലെവൽ ക്രോസ് ചെയ്യുകയും അത് മുകളിലോട്ട് തന്നെ പോവുകയും വീണ്ടും അതിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് ലെവലിലെത്തുമ്പോൾ അവിടെ ഒരു ഹാങ്മാൻ പ്രത്യക്ഷപ്പെടുകയും പിന്നെയും ആ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നത് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഒരു ടിപ്പും കൂടെ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു നമുക്കൊരു സ്റ്റോക്ക് ഇതിനകത്തൊക്കെ രണ്ട് എൻട്രി നമുക്ക് മനസ്സിലാക്കാം. ഈ സ്റ്റോക്ക് നമ്മളിവിടെ ഒരുപക്ഷെ നമ്മളിവിടെ വിറ്റു അല്ലെങ്കിൽ ഇവിടെ ഷോർട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേജർ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 242 ലെവലിൽ 43 ലെവലിൽ വരും. അവിടെ എത്തുമ്പോൾ നമുക്കത് എൻട്രി മേടിക്കാം. അതുപോലെ തന്നെ ആ സ്റ്റോക്കിൻ്റെ ഞാൻ ഇവിടെ ക്യാൻഡിലിനെ പറ്റി പറയുന്നില്ല, ഞാനിത് പറയുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ സപ്പോർട്ട് ലെവൽ നമുക്ക് എപ്പോഴും നമ്മൾ സപ്പോർട്ട് ലെവലിനേക്കാളും നമ്മുടെ സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണും ചെക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഫസ്റ്റ് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസും പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ ബോണസ് വീഡിയോയ്ക്കകത്ത് പ്രൈസ് ആക്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു അതിനകത്ത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നമ്മുടെ ഒരു ഹാങ്ങിങ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ആ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോവുകയും അതിൻ്റെ സപ്പോർട്ട് സോണിൽ എത്തിയതിന് ശേഷം പിന്നെ തിരിച്ച് സ്റ്റോക്ക് കയറുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു വലിയൊരു എൻട്രി പോയിൻ്റൂടെ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ആദ്യത്തെ ഈ ഹാങ്മാൻ പ്രത്യക്ഷപ്പെടുന്നത് അതിൻ്റെ 264-65 ലെവലുള്ള അതിൻ്റെ ആ സപ്പോർട്ട് ലെവലിലാണ്. ആ സപ്പോർട്ട് ലെവലിൽ എത്തിയതിന് ശേഷം ആ സ്റ്റോക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് താഴോട്ട് പോയെങ്കിൽ ഇപ്രാവശ്യം വരുമ്പോൾ അതും ആ ലെവൽ ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഞാനത് പ്രത്യേകിച്ച് പറയാൻ കഴിച്ച ഈ കാണുന്ന നമ്മൾ ആദ്യം പഠിച്ചതാണ് ലോങ് വൈറ്റ് ക്യാൻഡിൽ, അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മുടെ ആ റെസിസ്റ്റൻറ്റ് ലെവൽ വരുന്ന സമയത്ത് ആ ലെവൽ ക്രോസ് ചെയ്യുന്നത് തന്നെ ഒരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലൂടെയാണ്. അതായത് നമ്മുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഇവിടെ എന്താ പറയുക ബയർ ഇവിടെ പുഷ് ചെയ്യുകയാണ്, പ്രൈസിൽ പുഷ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഒരു വലിയൊരു ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ട് ഇവിടെ ആ ലെവലിലെത്തുമ്പോൾ സ്റ്റോക്ക് ഇതുപോലെ ഫസ്റ്റ് ലെവലിൽ കൂടി ഒരു പതറിച്ച് നിൽക്കാതെ നേരെ ഒരു മുകളിലോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു എൻട്രിക്കുള്ള സാധ്യത ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറയുന്നത്. അത് നമുക്ക് എന്താ പറയുക ഫോൾസ് ബ്രേക്കൗട്ടും മറ്റും തിരിച്ചറിയുന്ന കാര്യം ഞാൻ അതിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ തിരിച്ചറിയാവുന്ന വളരെ നല്ലൊരു എക്സാമ്പിളാണ്. നമുക്ക് എന്താ പറയുക അത്തരം ട്രാപ്പിൽ പെടാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്ന വലിയ ഒരു ക്യാൻഡിൽ പ്ലസ് അതിൻ്റെ ആ സപ്പോർട്ട് ലെവലിന് റെസിസ്റ്റൻറ്റ് ലെവലിലും മുകളിലോട്ട് സ്റ്റോക്ക് എങ്ങനെ പോകുന്നു എന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ചാർട്ട് നോക്കാം. ഇത് അലഹബാദ് ബാങ്കിൻ്റെ ചാർട്ടാണ്. സ്റ്റോക്ക് 57 ലെവലിൽ എത്തിയതിന് ശേഷം ആ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 66-67 ലെവലിൽ അത് എത്തുമ്പോൾ അവിടെ ഒരു ഹാങ്ങിങ് പ്രത്യക്ഷപ്പെടുകയും ആ സ്റ്റോക്ക് ഒരു ചെറിയൊരു കറക്ഷൻ സംഭവിക്കും. നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ഇതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഞാൻ പറഞ്ഞ ട്രെൻഡിൻ്റെ ഇടയ്ക്കും ഒരു ഹാങ്ങിങ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇവിടെ നോക്കിയാൽ അറിയാം. അതുപോലെ തന്നെ അപ് ട്രെൻഡിൽ ഒരു എന്താ പറയുക ഒരു ട്രെൻഡിൻ്റെ മിഡിലാണെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത എന്ന് ഉള്ളതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഹാൻഡിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ രണ്ട് ഹാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, ഹാമറും ഹാങ്ങിങ് മാനും. നമുക്ക് അടുത്തതിനകത്ത് വേറെ ഇതുപോലുള്ള 2 സിംഗിൾ ക്യാൻഡിലിനെ പറ്റി പഠിക്കാം. അപ്പം വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ നമ്മുടെ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു
അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ഉണ്ടാവും. മറ്റ് ഗ്രൂപ്പുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഒത്തിരി സമയം കൺസ്യൂം ചെയ്യുന്നു 2-3 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനകത്തൊന്നും അപ്ലോഡ് ഉണ്ടാവില്ല. അപ്പം ഈ നമ്മൾ പഠിക്കുന്ന വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും മറ്റും കാണുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ തന്നെ ഫേസ്ബുക്കിൽ ഗ്രൂപ്പിൽ മെമ്പറാകുക, എങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ മെയിൽ ഐ ഡിയിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിസ്ക് ഉണ്ട്. അതിനാൽ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ സെബിയുടെ റെഗുലേഷൻ അനുസരിച്ചിട്ട് പ്രൊഫഷണൽ ആളുകളുടെ ഗൈഡൻസ് എടുത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽസ് ഓൺലൈനിൽ നിന്ന് കോപ്പി ചെയ്തതൊക്കെ ഉണ്ടാവും കുറച്ച്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്, ബിസിനസ് പർപ്പസ് ഒന്നുമില്ല. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില ഇമേജസ് കോപ്പിറൈറ്റ് ഉണ്ടാവും, അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അത് കോപ്പിറൈറ്റ് വയലേഷനാകും. അത് മനസ്സിലാക്കുക. അപ്പം വളരെ നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത 2 ക്യാൻഡിലിനെ പറ്റി പഠിക്കാം.